കോഴിക്കോട് മുക്കത്ത് കാറിടിച്ച വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരിക്കുന്നു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. കുട്ടിയുടെ കൈക്കാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുറച്ചു നേരം നോക്കി പിന്നീട് റോഡ് ഒഴിഞ്ഞെന്ന് കരുതി കുട്ടി റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു, ഓടിക്കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ അതിനിടയിലാണ് എതിർവശത്ത് നിന്ന് വന്ന കാറ് വന്ന് ഇടിച്ചത്. രാഹുൽ KV വിവരങ്ങൾ നൽകും. രാഹുൽ, എത്രത്തോളം സാരമുള്ളതാണ് ഈ കുട്ടിക്കുണ്ടായിരിക്കുന്ന പരിക്ക്? എപ്പോഴുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷേ കുട്ടിക്ക് അത്ര ഗുരുതരമായ പരിക്കില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. കൈക്കാണ് പരിക്കേറ്റത്. പറഞ്ഞതുപോലെ തന്നെ കുട്ടി റോഡിന്റെ രണ്ട് ഭാഗത്തേക്കും കൃത്യമായി ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ച് ഓടിക്കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. ഇടിച്ച കാർ അത്ര വേഗതയിലല്ലായിരുന്നത് കൊണ്ട് പിന്നീട് ആഘാതവും പരിക്കിന്റെ ഒരു തീവ്രതയും കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പം മഴ പെയ്ത് റോഡ് നന്നായി നനഞ്ഞു നിൽക്കുന്ന സമയം കൂടിയായിരുന്നു. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അപകടം. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന കുട്ടിയാണ്. ഏതായാലും കുട്ടിയുടെ കൈക്കാണ് പരിക്ക്. കുട്ടി ഒരു ഭാഗത്തേക്ക് കൃത്യമായി നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വണ്ടി വന്ന അരീക്കോട് ഭാഗത്തു നിന്നാണ് ഈ നാനോ കാറാണ്. ആ കാർ വരുന്ന ഭാഗത്തേക്ക് കുട്ടി ശ്രദ്ധിക്കാതെ റോഡ് മുറിച്ച് കടക്കാനുള്ളൊരു ശ്രമമായിരുന്നു. മുക്കത്തിനടുത്ത് നെല്ലിക്കാപ്പറമ്പിലുണ്ടായ അപകടമാണ്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയാണ്. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ നെല്ലിക്കാപ്പറമ്പൊക്കെ അപകട കേന്ദ്രം തന്നെയാണ്. ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത അപകടം ക്ഷണിച്ചു വരുത്തുന്ന പരാതി നാട്ടുകാർ തുടർച്ചയായി ഉന്നയിക്കുകയും പിന്നീട് പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് തന്നെ റോഡിൽ പരിശോധനയൊക്കെ നടത്തിയ ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും ഈ അപകടത്തിൽ കുട്ടിക്ക് അത്ര ഗുരുതരമായ പരിക്കല്ല എന്നതാണ് വളരെ ആശ്വാസകരമായ ഒരു കാര്യം. തീർച്ചയായും രാഹുൽ അവസാനം സൂചിപ്പിച്ചാണ് ഏറ്റവും പ്രധാനം. നിരന്തരം തുടർച്ചയായി അപകടം ഉണ്ടാകുന്ന പാതയാണത്. ആ റോഡ് കാണാനൊക്കെ വളരെ മനോഹരമാണ്. പക്ഷേ അതിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, അപ്പം അതിനെ ആവർത്തിക്കുന്ന അപകടങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി നിരന്തരം നാട്ടുകാർ പരാതി ഉന്നയിക്കുന്ന ഒരു പാത കൂടിയാണ്. അവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കാറ് അധികം വേഗത്തിലായിരുന്നില്ല വന്നത് എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. അതുകൊണ്ട് ആ കുട്ടിയുടെ പരിക്ക് സാരമുള്ളതല്ല. പക്ഷേ അപകടങ്ങൾ ആവർത്തിക്കുന്ന പാതയിൽ ഒരു നടപടി വേണം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത്.